കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഹഗ്ഗായി എഴുതിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. വളരെ അനുഗ്രഹീതമായ, വളരെ പ്രയോജനം നൽകുന്ന ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന് ശരണപ്പെടുന്നത്. ഹഗ്ഗായി എഴുതിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വിഷയം ആലയത്തിൻ്റെ പുനരുദ്ധാരണത്തെ പറ്റിയാണ്. ദിശേൻ ദേവാലയത്തെ റീബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഹഗ്ഗായി എന്ന പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് ഒരു ദൂത് കൈമാറുകയാണ്. നിങ്ങൾ ഇനിയും മൗനമാകരുത്, നിങ്ങൾ ആലയം പണിയണം, അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങണം, അതിനുവേണ്ടി തുനിഞ്ഞ് ഇറങ്ങണം എന്നുള്ള രീതിയിലുള്ള ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് ഹഗ്ഗായിലൂടെ നൽകപ്പെടുകയാണ്. അപ്പം അതിനകത്ത് എടുത്തു പറയുന്നൊരു പ്രധാന വാക്ക്, നിങ്ങൾ സ്തോത്രം, ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾ ഇരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നത് എന്ത്? അപ്പം നിങ്ങൾ ആലയം പണിയാതെ നിങ്ങൾ നന്മ വരുമെന്ന് പറഞ്ഞ് സ്തോത്രം കാട്ടിപ്പോയി സമ്പാദിക്കുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ, സാമ്പത്തിക ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി ഞാനവയെ ഊതിക്കളഞ്ഞു സ്തോത്രം എന്നൊക്കെ പറയുന്നൊരു ഭാഗത്ത് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതിൻ്റെ അർത്ഥം, ആലയപ്പണി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മറുഭാഗം ചിന്തിക്കേണ്ടത്, ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് ആക്കിയതിൻ്റെ പുറകിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ഭൗതിക നേട്ടത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശൂന്യതയിലേക്ക് പോകുവാൻ തക്കവണ്ണം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നഷ്ടം വരുന്നത്, എന്തുകൊണ്ട് ശൂന്യത വരുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭൗതിക നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ശൂന്യമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടവരും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാം, നിങ്ങളെ ഞാൻ മാനിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആലയത്തിൻ്റെ പണികൾക്ക് നേതൃത്വം കൊടുക്കണം, അതിൻ്റെ ആത്മീയ പ്രവൃത്തികൾ തുടക്കം കുറിക്കണം എന്നുള്ള ഒരു ഭാഗത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഹഗ്ഗായി 2:18 നമ്മൾ വരുമ്പോൾ, നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് തെറ്റുവെതിക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിന് നിങ്ങൾ ദൃഷ്ടിവെപ്പീൻ. വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പം എൻ്റെ അർത്ഥം, നിങ്ങൾ പണിയുവാൻ തുടങ്ങി, അല്ലെങ്കിൽ ആലയത്തിന് അടിസ്ഥാനമിട്ട കാലം മുതൽ അങ്ങോട്ട് നിങ്ങൾ ദൃഷ്ടിവെച്ചാൽ എല്ലാ ശൂന്യതകളെയും ഞാൻ മാറ്റിത്തരും. നിങ്ങളുടെ വിത്തുകൾ വെറുതെ കളപ്പുരയിൽ കിടക്കുന്നുവോ? ഒലിവ് മരവും അത്തിവൃക്ഷവും മാതളവും സ്തോത്രമല്ലേലൂയ മുന്തിരിവള്ളിയും കായ്ക്കുന്നില്ലയോ? നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ നിശ്ചയമായിട്ട് അനുഗ്രഹിപ്പാനിടയാകും. അതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് വ്യക്തമായി പരാമർശിക്കാം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. നമ്മളിത് ചെയ്യണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കണം. ആ പ്രവൃത്തി നമ്മൾ ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത്, ഭൗതിക മേഖലകൾക്കകത്ത് എവിടെയെല്ലാമാണ് ശൂന്യതയുള്ളത്, ആ ശൂന്യതകളെല്ലാം മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ ഹഗ്ഗായി പറയുന്നത്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ തുനിഞ്ഞാൽ, അത് ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ എല്ലാ ഭൗതിക മേഖലകളെയും അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. തിരുവചനം ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, ഇന്നു മുതൽ അവൻ നിങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാകും. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയും അവിടുന്ന് ചെറുകിടയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗ്ഗം ഇടവരുത്തും. എല്ലാം മഹത്വം കർത്താവിൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.